ഹരേ കൃഷ്ണ. ഗുരുവായൂർ പുരവാസനായ നാരായണൻ ഇന്ന് ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ചയാണ്. ലോകത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങുന്ന ആ ജഗന്നാഥൻ ഇന്ന് സർവഭാരങ്ങളും മറന്ന് ഒരു കൊച്ചു കുട്ടിയായി, ഒരു കൈക്കുഞ്ഞായി ശ്രീലകത്ത് ചിരിച്ചു കിടക്കുകയാണ്. കളഭാലങ്കാരത്താൽ വിടർന്ന ആ പുഞ്ചിരി കാണുമ്പോൾ നമ്മളും ആ ഉണ്ണിയുടെ ബാലലീലകളിൽ അങ്ങോട്ട് അലിഞ്ഞു ചേരുകയാണ്. ഇന്ന് ഭഗവാൻ വിരലുണ്ണുന്ന ഉണ്ണിക്കണ്ണനായി മനോഹരമായി ചാർത്തിയിരിക്കുകയാണ്. മലർന്നു കിടന്ന് തൻ്റെ വലത് കാലിൻ്റെ പെരുവിരൽ വായിൽ വെച്ച് നുണയുന്ന ആ ദൃശ്യമുണ്ടല്ലോ, ഭക്തർക്ക് വാത്സല്യത്തിൻ്റെ ഉത്തുംഗഭാവം നൽകുകയാണ്. തൻ്റെ പാദകമലങ്ങൾ ഭക്തർക്ക് മുക്തിയേകുന്നതാണ് എന്ന് ഭഗവാൻ തന്നെ ആസ്വദിച്ച് കാണിച്ചു തരുന്ന ലീലയാണ് ഈ കാൽവിരൽ നുണയുന്ന ഭാവം എന്ന് പറയുന്നത്. സർവചരാചരങ്ങളും അലിഞ്ഞു ചേരുന്ന ആ പാതാരവിന്ദം ഇന്ന് ആ തിരുമുഖത്തിനു മുന്നിൽ ശോഭിക്കുന്നുണ്ട്. ഭഗവാൻ ഇന്ന് സർവാഭരണ വിഭൂഷിതനായിട്ടാണ് ഉള്ളത്. മാങ്ങാമാലയും കിങ്ങിണിയും ഒക്കെ ഉണ്ട്. ഭഗവാന്റെ കഴുത്തിനോട് ചേർന്ന് ചാർത്തിയ മനോഹരമായ മാങ്ങമാലയാണ്. അരയില ചാർത്തിയ കുഞ്ഞു കിങ്ങിണി പൊന്നുണ്ണിക്കണ്ണൻ്റെ തടിച്ച കുമ്പയ്ക്ക് അഴകേർട്ടുന്നുണ്ട്. തളകളും വളകളും ഉണ്ട്. പിച്ച വയ്ക്കാൻ ഒരുങ്ങുന്ന ആ കുഞ്ഞു പാദങ്ങളിൽ പൊൻതളകൾ തിളങ്ങുന്നുണ്ട്. കൈകളിൽ ചാർത്തിയ തോൾവളകളും കൈവളകളും ഭഗവാന്റെ രാജകീയതയും ബാല്യവും ഒരേപോലെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ശിരസിൽ പൊന്നിൻ കിരീടമുണ്ട്. ചെവിയിൽ തിളങ്ങണ സ്വർണ്ണ ചെവിപ്പൂക്കൾ ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഭക്തർക്ക് ശാന്തി നൽകുന്ന സ്വർണ്ണഗോപി തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. 4 നിരകളിലായിട്ടാണ് തിരുമുടിമാലകൾ ഭഗവാനെ ചാർത്തിയിട്ടുള്ളത്. അതൊരു പുഷ്പ പ്രഭാവലയം തന്നെയാണ് തീർക്കണത്. വെളുത്ത നന്ദ്യാർവട്ടവും ചുവന്ന തെച്ചിയും പവിത്രമായ തുളസിയും ഇടകലർന്ന ആ മാലകൾ പ്രകൃതി ഭഗവാനെ ആരാധിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ടാണ്. കഴുത്തിൽ നിന്ന് താഴേക്ക് ഒഴുകിക്കിടക്കുന്ന തെച്ചിയും തുളസിയും ചേർത്ത് കെട്ടിയ ഉണ്ടമാല അഥവാ വനമാല ആ ശ്യാമവർണ്ണത്തിന് കൂടുതൽ തെളിച്ചുണ്ടാക്കുകയാണ്. ഭഗവാന്റെ മുകളിൽ വിധാനമായിട്ട് തൂക്കിയിട്ടുള്ളത് താമരയും തുളസിയും തെച്ചിയും ചേർന്നുള്ള വലിയ ഉണ്ടമാലകളാണ്. ശ്രീലകത്തെ ഒരു നന്ദവനമാക്കി മാറ്റിയാണ് ഈ എല്ലാ അലങ്കാരങ്ങളും കൂടി പുഷ്പാലങ്കാരം കൊണ്ട്. ഈ ഉണ്ണിക്കണ്ണനെ കണ്ടാൽ ആർക്കാണ് വാരിയെടുക്കാൻ തോന്നാത്തത് അല്ലേ? ഭക്തന്റെ ഭാവനയിൽ ആ കണ്ണൻ നമ്മുടെ കൂടെ കളിക്കാൻ വരണു എന്നുള്ളതാണ്. ആ തിരുമുഖത്തെ പുഞ്ചിരി നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുകയാണ്. ഇടത്തെ തൃപ്പാദം ഭക്തർക്ക് തൊടാനായി ഭഗവാൻ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ആ തൃപ്പാദങ്ങളിൽ മുറുകെ പിടിച്ച് നമുക്ക് നാമം ജപിക്കാം. എല്ലാവർക്കും ഒരുമിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.